ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രധാനമായും ഉദ്ദേശിച്ചത് ജില്ലയുടെ ഭൗതിക വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിൽ നിർണായകമായ ഒരു ഇടപെടലാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ഇപ്പോൾ PNGSYയുടെ ഫേസ് 3 ആണ് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 2019 മുതലുള്ള ദേശീയ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടത്തിവരുന്നത്. ഇതിനു മുമ്പ് ഫേസ് 2 ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ. അതിനു മുമ്പ് ഫേസ് 1 ഉണ്ടായിരുന്നു. ഫേസ് 1ന്റെ കാലഘട്ടത്തിലാണ് ഇടുക്കി പാക്കേജ്, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് നടപ്പിലായി. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രാമീണ റോഡുകൾ 2009 മുതൽ 2014 വരെയുള്ള കാലയളവിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പേരിൽ ഒരുപാട് കണക്ടിവിറ്റി നമ്മുടെ ജില്ലയിൽ പല പ്രദേശങ്ങളിലേക്കും പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഫേസ് 2 കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 14 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ ഫേസ് 3യുടെ DPR തയ്യാറാക്കിയതിന് ശേഷം ഇപ്പോൾ അവാർഡായിട്ടുള്ള 12 റോഡുകൾ അതിനെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിൽ മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, ലാൻഡ്രം പുതുവൽ ഓൾഡ് പാമ്പന റോഡ് 6.032 കിലോമീറ്റർ. ആനകുത്തി വളവ് രാജമുടി പരുന്തുംപാറ റോഡ് 5.122 കിലോമീറ്റർ. 3, മ്ലാമല മുങ്കലാർ സെക്കൻഡ് ഡിവിഷൻ വെള്ളാരമുങ്ങി റോഡ് 8.155 കിലോമീറ്റർ. മ്ലാമല ഇണ്ടൻചോല കുറുവാക്കരണം സെക്കൻഡ് ഡിവിഷൻ റോഡ് 7.66 കിലോമീറ്റർ. പോലീസ് സ്റ്റേഷൻ പെരുന്തമ്പാറ റോഡ് 8.04 കിലോമീറ്റർ. ഉപാനന്ദപുരം വേട്ടക്കാരൻ കോവിൽ റോഡ് 4.28 കിലോമീറ്റർ. ചെങ്ങുപിള്ളി വാഴക്കവല ശാന്തിഗിരി പനക്കച്ചാൽ കുണിഞ്ഞി റോഡ് 7.700 കിലോമീറ്റർ. എടവറ്റം ട്രാൻസ്ഫോമർ പടി പച്ചോലിപ്പടി കാലുകുമാരി റോഡ് 5.462 കിലോമീറ്റർ. മുണ്ടിയരിമ ഗോവയാർ പാമ്പാടുംപാറ ആദിയാർപുരം കാഞ്ഞിരത്തുമൂട് കുരിശുമല റോഡ് 7.596 കിലോമീറ്റർ. കഞ്ഞിക്കുഴി കൊച്ചുചേരത്തൂർ റോഡ് 3.652 കിലോമീറ്റർ. ആനവരട്ടി 200 ഏക്കർ റോഡ് 6.295 കിലോമീറ്റർ. വെൺമണി പുളിക്കത്തൊട്ടി രത്തന ഏണിത്താഴം ആനക്കുഴി റോഡ് 6.922 കിലോമീറ്റർ. എന്നിങ്ങനെ 12 റോഡുകൾ ഇപ്പോൾ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. ഈ റോഡുകൾക്കായി 64.93 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ളത്. ഇതിനു ശേഷം ഇപ്പൊ നമുക്ക് 133 കിലോമീറ്റർ റോഡാണ് ഇടുക്കി ജില്ലയ്ക്ക് അവാർഡായിട്ട്. 130 എല്ലാ ഇടങ്ങളിലുമായി 133 കിലോമീറ്റർ റോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ 76.91 കിലോമീറ്റർ ഇപ്പോൾ ഈ 12 റോഡുകളിലായി വരുന്നുണ്ട്. ബാലൻസ് 85.407 കിലോമീറ്റർ റോഡുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള DPR തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ സാങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനതല സാങ്കേതിക സമിതിയുടെയും ദേശീയതല സാങ്കേതിക സമിതിയും ഉടൻ തന്നെ സമർപ്പിക്കുന്നതാണ്. അത് ഒന്ന്, കുഞ്ചുതണ്ണി ഉപ്പാർ ടി കമ്പനി റോഡ് 5.25 കിലോമീറ്റർ. കമ്പിളികണ്ടം മങ്കുവാർ റോഡ് 4.5 കിലോമീറ്റർ. മാങ്കുളം താളങ്കണ്ടം വലിയാമ്പാറ വിഴിഞ്ഞമ്പാറ റോഡ് 5.96 കിലോമീറ്റർ. വെൺമണി പട്ടയക്കുടി മീനുളിയാൻ IHDP പാൽച്ചാലി വരിക്കമുത്തൻ റോഡ് 5.04 കിലോമീറ്റർ. ഉടുമ്പന്നൂർ കൈതപ്പാറ റോഡ് 9.474 കിലോമീറ്റർ. വിമലഗിരി അഞ്ചാനിപ്പടി അമ്പലപ്പടി പാണ്ടിപ്പാറ റോഡ് 4.81 കിലോമീറ്റർ. പ്രിയദർശിനി മേട് ഗുരുമന്ദിരം റോഡ് 5.536 കിലോമീറ്റർ. റേഷൻകട ഉപ്പുകൾ അമ്പലമേട് റോഡ് 5.737 കിലോമീറ്റർ. വാത്തിക്കുടി ST കോളനി റോഡ് 5.943 കിലോമീറ്റർ. കൈതപ്പാറ മണിയാറൻകുടി റോഡ് 16.148 കിലോമീറ്റർ. ലൂർദ് മാതാ പള്ളി കട്ടപ്പന റോഡ് 6.715 കിലോമീറ്റർ. കുളപ്പാറശാൽ മുനിയറശാൽ ഇടപ്പാറ നടുമറ്റം റോഡ് 6.068 കിലോമീറ്റർ. കുടികുത്തി നവീസപ്പാറ തേപ്പാറ റോഡ് 4.66 കിലോമീറ്റർ. എന്നിങ്ങനെയാണ്. ഇതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി
ഈ റോഡുകളുടെ ക്ലിയറൻസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുകൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് 133 കിലോമീറ്ററിനെയും സാങ്ഷൻ കിട്ടുമായിരുന്നു. അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ശ്രമകരമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴും. 85.407 കിലോമീറ്ററാണ് ഞാൻ ഈ വായിച്ച സാങ്ഷൻ കിട്ടാനുള്ള 13 റോഡുകൾക്കുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ കയറ്റമാണ്. ഇത് ഗൈഡ് ലൈൻ തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ തലത്തിലാണ്. അഖിലേന്ത്യാ തലത്തിൽ കൂടുതലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പൊതുവെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പശ്ചിമഘട്ട പ്രദേശങ്ങളെക്കാൾ മറ്റ് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിരപ്പായിട്ടുള്ള റോഡാണ്. അപ്പോൾ അവിടെയെല്ലാം പ്രത്യേകിച്ചും ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ദേശീയ തലത്തിൽ പ്രധാനമായിട്ടും അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മലയോര പ്രദേശങ്ങൾ. 99% മലയോര മേഖലയാണ്. മിക്കവാറും ഈ റോഡുകൾ നമ്മൾ തയ്യാറാക്കി വരുന്ന പ്രദേശം. അപ്പോൾ അവിടെ ഈ കയറ്റത്തിൽ ഈ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡം 12.5 മീറ്റർ നീളത്തിൽ 1 മീറ്റർ പൊക്കം എന്ന് വെച്ചാൽ 12.5 മീറ്റർ ഇങ്ങനെ നേരെ പോയിട്ട് 1 മീറ്റർ മാത്രമേ പൊക്കം വരാവൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സ്ഥിരമായി കയറ്റം നടക്കുന്നിടത്ത് നമുക്ക് 12.5 മീറ്റർ നിരപ്പായിട്ടുള്ള പ്രദേശം കിട്ടില്ല. നമുക്കത് പരിഹരിക്കാനുള്ള പ്രായോഗിക മാർഗം എന്ന് പറയുന്നത് ഫേസ് 1ന്റെ സമയത്ത് 8:1 എന്നുള്ള നിലയിൽ ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഹൈറേഞ്ച് മേഖലയിൽ PMGSYയുടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളതല്ല. ഈ മിക്കവാറും സ്ഥലങ്ങളിൽ 8 മീറ്റർ നീളത്തിൽ 1 മീറ്റർ എന്നുള്ള നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറെ പരിഹരിച്ചു പോകാൻ കഴിയും. അതിനുവേണ്ടി ഇപ്പം ഞാൻ റൂറൽ ഡെവലപ്മെന്റിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമാണ് പാർലമെന്റിൽ. അപ്പോൾ ഈ വിഷയം കമ്മിറ്റിയിൽ പ്രത്യേകമായി ഉന്നയിക്കുകയും ഇടുക്കിക്ക് വേണ്ടി ഇപ്പം ഞാൻ ഈ വായിച്ച 13 റോഡുകൾ ഉൾപ്പെടെ സാങ്ഷൻ ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടീം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഈ പ്രദേശങ്ങളിൽ ഒരു സന്ദർശനം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഇടുക്കിക്ക് ഒരു പ്രത്യേകമായ ഒരു എക്സെപ്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം അത് കേന്ദ്രമന്ത്രി ആണ് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു മീറ്റിംഗ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലേക്ക് സ്പെഷ്യൽ ടീമിനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഹിന്ദു പത്രങ്ങളിൽ വാർത്തയുണ്ട്. അവിടെ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റൂറൽ ഡെവലപ്മെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കമ്മിറ്റിയുടെ മുൻപിലും നമ്മുടെ ജില്ലയിലെ ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്മിറ്റി ചെയർമാന് ഞാൻ ഈ വിഷയം അറിയിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു ഉദ്യോഗസ്ഥ ടീം ആ കമ്മിറ്റി ടൂറിനോടൊപ്പം ഉണ്ട്. ഇന്ന് പത്രങ്ങളിലുണ്ട്. അപ്പോൾ അത് ജില്ലാ കളക്ടറും നമ്മുടെ പോവർട്ടി എലിവേഷൻ യൂണിറ്റിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ജില്ലയിലെ പ്രായോഗികമായ പ്രശ്നം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് അവരുടേതായ റിപ്പോർട്ട് സമർപ്പിക്കുമായിരിക്കും. ഏതായാലും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഗ്രേഡിയന്റിന്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ 13 റോഡും സാങ്ഷൻ ചെയ്ത് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പുവെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം. PMGSY റോഡുകൾക്ക് ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുക്കണമെന്ന് 2011 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മുടെ ജില്ലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ഈ ടഗ് ഓഫ് വാർ വരുന്ന അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് വരുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരമായിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പോൾ ഒരിടത്തും റോഡ് പണിയാൻ അവർ അനുമതി നൽകുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും ഞാൻ ആ വിഷയം പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ചും ഈ ലിസ്റ്റിൽ വായിച്ചതിൽ ഞാൻ പ്രധാനപ്പെട്ട 2 റോഡുകൾ വായിച്ചു. അതായത് ഒന്ന് ഉടുമ്പന്നൂർ കൈതപ്പാറ റോഡാണ്. കൈതപ്പാറയിൽ നിന്നും 2 റീച്ചായിട്ടാണ്. കൈതപ്പാറയിൽ നിന്നും മണിയാറൻകുടിയിലേക്ക് ആ റോഡ് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജില്ലാ ആസ്ഥാനത്തേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ആണ്. പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഉടുമ്പന്നൂരിൽ നിന്നും മണിയാറൻകുടിയിലേക്കുള്ള റോഡാണ്. പ്രളയം ഉണ്ടായ സമയത്ത് നമുക്ക് ആകെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് അത് മാത്രമായിരുന്നു. മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്കത് മനസ്സിലാക്കുന്നുണ്ടാവും. നമ്മുടെ മെയിൻ കുളമാവ് വഴി അടഞ്ഞുപോയി, നമ്മുടെ വണ്ണപ്പുറം വഴിയും ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ റോഡിൽ ഈ ഉടുമ്പന്നൂരിൽ നിന്നും മണിയാറൻകുടിയിലേക്കുള്ള ഈ ഫോറസ്റ്റ് റോഡിൽ ഒരിടത്ത് പോലും മണ്ണിടിച്ചിലോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് വളരെ കാലമായി അവിടെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. ഈ ഉടുമ്പന്നൂർ മണിയാറൻകുടി റോഡ് മൊത്തത്തിൽ ഒരു 10-20 കിലോമീറ്റർ ആകുള്ളൂ. തൊടുപുഴയിൽ നിന്നും ഏറ്റവും എളുപ്പം വഴത്തോപ്പിൽ എത്തിച്ചേരാനുള്ള വഴിയാണ്.
ആ വഴിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു മരം പോലും ഇനി മുറിക്കേണ്ടതായിട്ടില്ല. വഴി അവിടെ കൃത്യമായി നിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഒരു 10-50-60 വർഷങ്ങൾക്ക് മുമ്പേ ആ റോഡുണ്ട്. അപ്പോൾ ഇതിനിടയിൽ പലതരത്തിലുള്ള MLA ഫണ്ട് ഉൾപ്പെടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉൾപ്പെടെ കൈതപ്പാറ എന്ന് പറയുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഒരു വാർഡിന്റെ 1/4 ഭാഗം ആളുകൾ താമസിക്കുന്നത് അവിടെയാണ്, ഈ വനത്തിനുള്ളിലാണ്, ഈ കൈതപ്പാറയിലാണ്. അവിടെ ആളുകൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഏക സഞ്ചാര മാർഗമാണ്. അപ്പോൾ അവിടെ ഒരു 10-200-ലധികം വരുന്ന കുടുംബങ്ങൾ ഇപ്പോഴും അധിവസിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സഞ്ചാരം സാധ്യമല്ല എന്ന് വെച്ചാൽ റോഡ് ടാർ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രായോഗിക പ്രശ്നം നേരിടാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. ബിനോയ് വിശ്വം വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു ദിവസം ആഗസ്റ്റ് 15-ന് ചെറുതോണിയിൽ പതാക ഉയർത്തിയതിനു ശേഷം, പൈനാവിൽ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം പുൽപ്പള്ളിയിലേക്ക് വന്നത് ഈ വഴിയില്ല. ഈ വഴി കാണുന്നതിന് വേണ്ടി അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം അതിന് സർവേ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള DPR തയ്യാറാക്കാൻ പോകുന്ന ഒരു റോഡാണ്. നമ്മൾ അതിന് സർവേ നടത്താൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സാങ്ഷൻ ചോദിച്ചു. CCF അത് റിജക്ട് ചെയ്തിരിക്കുക. അപ്പോൾ അത് യാതൊരു അടിസ്ഥാന കാരണങ്ങളും ഇല്ലാതെ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ റോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ഷൻ തന്നിട്ടുള്ളത്. അപ്പം ഞാനത് PCCF-ന്റെ അടുക്കലും ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയുടെ അടുക്കലും കഴിഞ്ഞ ദിവസം മിനിയാന്ന് തിരുവനന്തപുരത്ത് പോയിരുന്നു. അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അടിയന്തരമായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മന്ത്രി ഇടപെട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ അത് തയ്യാറായ ഒരു പ്രധാനപ്പെട്ട റോഡാണ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനിടയിൽ റോഷി അഗസ്റ്റിൻ MLA-യുടെയൊക്കെ ചെറിയ വർക്കുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ വർക്കുകളാണ്. ആത്യന്തികമായി റോഡ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു സഞ്ചാര മാർഗം എന്നുള്ള നിലയിൽ അത് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ കുളമാ വഴിയിൽ അതും മരത്തിനുള്ളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ ഒരു തിരക്ക് അതിലേക്ക് കുറയ്ക്കാൻ സാധിക്കും. നമുക്കൊരു പ്രായോഗികമായി നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന റോഡാണ്. അപ്പോൾ ഈ 2 സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ 13 റോഡുകൾ കൂടി സാങ്ഷൻ ചെയ്ത് കിട്ടുകയുള്ളൂ. അതിന് 2 ഗവൺമെന്റുകളുടെയും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ട മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഈ 133 കിലോമീറ്റർ മാത്രമാണെങ്കിൽ നമ്മുടെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ 2018-ലെ പ്രളയത്തിന്റെയും പ്രകൃതി ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ ഞാൻ MP ആയതിനു ശേഷം ആദ്യമേ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച സബ്മിഷൻ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു പാക്കേജ് ഉണ്ടാവണമെന്നാണ്. ഒരു ഇടുക്കി പാക്കേജ്. ദാറ്റ് മീൻസ് ഒരു അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഈ റോഡുകളുടെ ഉൾപ്പെടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് ഉണ്ടാകണമെന്നാണ്. എനിക്ക് ലഭിച്ച മറുപടി PMGSY പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രലി സ്പോൺസേഡ് പ്രോഗ്രാം ഇതിലൂടെയൊക്കെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഉള്ള പദ്ധതികൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന ഇടുക്കി ജില്ലയ്ക്ക് നൽകാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് ഉൾപ്പെടെ നിർദ്ദേശിക്കാമെന്നാണ്. കാരണം സംസ്ഥാനമാണ് ഇപ്പൊ 133 കിലോമീറ്റർ ഇടുക്കി ജില്ലയ്ക്ക് എന്ന് നിശ്ചയിച്ചത് സംസ്ഥാനമാണ്. കേരളത്തിനാണ് 1400 കിലോമീറ്റർ നൽകിയിട്ടുള്ളത്. ഈ 1400 കിലോമീറ്റർ കേരളത്തിന് അനുവദിക്കുമ്പോൾ ഏതെല്ലാം ജില്ലകൾക്ക് എത്ര കിലോമീറ്റർ എന്ന് തീരുമാനിക്കുന്നത് കേരള റൂറൽ ഡെവലപ്മെന്റ് മന്ത്രാലയമാണ്. അപ്പോൾ ഗ്രാമവികസന മന്ത്രാലയം കേരളത്തിൽ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയ്ക്ക് നൽകിയിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ 133. വേണമെങ്കിൽ അത് 150 ആകാം, വേണമെങ്കിൽ അത് 250 ആകാം. അത് അതിൻ്റെതായ നിലയിൽ സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത്. അതിനുവേണ്ടി സംസ്ഥാനത്തിന്റെ മേലെ സമ്മർദ്ദം ചെലുത്താമെന്നാണ് കേന്ദ്രമന്ത്രി ഞാൻ ഉന്നയിച്ച സബ്മിഷന് അന്ന് മറുപടി നൽകിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 250-300 കിലോമീറ്റർ റോഡ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പൊ കാരണം നമ്മുടെ ജില്ലയുടെ അടിസ്ഥാന പ്രത്യേകിച്ചും ഈ വനം വകുപ്പിന്റെ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ PMGSY പദ്ധതിയാണെങ്കിൽ കൂടുതൽ എളുപ്പമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ കൃത്യമായി അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ, അതായത് മറ്റേ സാങ്ഷൻ ആയിട്ടുള്ള ഗുഹാനന്ദപുരം വേട്ടക്കാരൻ കോവിൽ റോഡ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ കാന്തല്ലൂർ മുതൽ വട്ടവട വരെയുള്ള റോഡിന്റെ ആദ്യ ഭാഗമാണ്. കാന്തല്ലൂർ പഞ്ചായത്തും വട്ടവട പഞ്ചായത്തും തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉള്ളില്ല. 5 മണിക്കൂർ സമയം കിട്ടും വട്ടവടയിൽ നിന്നും കാന്തല്ലൂരിൽ എത്തിച്ചാൽ. എന്നാൽ ഇതിനിടയിലൂടെ ഫോറസ്റ്റ് വഴി പോകുന്ന 2-3 റോഡ്, അതിൽ ഒരു വഴിയുടെ ആദ്യ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഇതിപ്പോ സാങ്ഷൻ ആയിട്ടുള്ള ഈ 6ാമത്തെ റോഡ് ഗുഹാനന്ദപുരം വേട്ടക്കാരൻ കോവിൽ. അതിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് മുകളിൽ. ഈ വേട്ടക്കാരൻ കോവിൽ മുതൽ വട്ടവട വരെ റോഡ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് വട്ടവടയിൽ നിന്ന് കാന്തല്ലൂർ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജില്ലയുടെ ഭൗതിക സാഹചര്യത്തിൽ ഈ റോഡുകൾ ഈ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ഈ പറഞ്ഞ 4 കിലോമീറ്റർ ആകുന്നുണ്ട്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കാന്തല്ലൂർ വട്ടവട ഇതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ഈ ചെയ്യാൻ സാധിക്കും. കിലോമീറ്റർ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. 133 എന്നുള്ളത് ഒരു 250-300 ആക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ PMGSY ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ട്. ജില്ലയിലെ
എഞ്ചിനീയറിംഗ് വിഭാഗം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ഏറ്റവും നല്ല നിലയിൽ ഈ DPR സബ്മിറ്റ് ചെയ്ത് ഭരണാനുമതി വാങ്ങിച്ച ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതലായി. അപ്പോൾ അക്കാര്യത്തിൽ ഇതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുകയാണ്. അപ്പം ഈ നിലയിൽ പോയാൽ നമുക്ക് കൂടുതലായി മറ്റ് ജില്ലകളിൽ ഒക്കെ ക്യാൻസൽ ചെയ്തു പോകുന്ന ഒത്തിരി പ്രൊജക്റ്റ് ഉണ്ട്. 133 നമ്മുടെ ജില്ലയ്ക്ക് നൽകി എന്ന് പറയുമ്പോൾ മറ്റു ജില്ലകൾക്കൊക്കെ ഒത്തിരി കിലോമീറ്റർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും അവിടെ വേണ്ടി വരും. ഇപ്പോൾ ആലപ്പുഴ, എറണാകുളം അത്രയും റോഡ് അവർക്ക് വേണ്ടി വരും. അപ്പൊ ആ ക്യാൻസൽ ചെയ്യുന്ന റോഡുകൾ നമ്മുടെ ജില്ലയ്ക്ക് അനുവദിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ 133 കൂടാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. ഏതായാലും ഒരു ജില്ലയുടെ ഭൗതിക വികസന രംഗത്ത് ഒരു ശ്രദ്ധേയമായ കാൽവയ്പ്പാണ്. വരുന്ന നാളുകളിൽ തന്നെ ഇതിന്റെ ടെൻഡറിംഗ് നടപടികൾ ആരംഭിക്കും. ഈ ആദ്യത്തെ ഒരു റോഡ് ടെൻഡർ നടപടികൾ കഴിഞ്ഞതാണ്. അത് ഉടനെ തന്നെ നിർമ്മാണം തുടങ്ങുന്നതാണ്. ബാക്കിയുള്ള റോഡുകളുടെ ടെൻഡർ നടപടി ഉടനെ തന്നെ പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ മുൻപോട്ട് പോകും. 64.93 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് സാങ്ഷൻ ആയിട്ടുള്ളത്. ഇനി സാങ്ഷൻ ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് അത്രയും തന്നെ കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇനി സാങ്ഷൻ ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നത്. അതിനപ്പുറത്ത് കുറച്ചുകൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ അവസരം പങ്കുവയ്ക്കാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ശബരി റെയിൽവേ സംസ്ഥാന ഗവൺമെന്റ് പകുതി പൈസ സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി മുടക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി ചീഫ് സെക്രട്ടറിയുടെ അടുക്കൽ നിന്ന് ഞാൻ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്, അതായത് ഈ 50% ഷെയർ സംസ്ഥാനം മുടക്കാതെ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കേന്ദ്രം പലകുറി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയ ഒരു നയപരമായ ഒരു പാളിച്ചയാണ് ഇക്കാര്യത്തിലുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2015 കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ നോംസ് അഡോപ്റ്റ് ചെയ്തപ്പോൾ തന്നെ പകുതി പൈസ സ്ഥലം ഏറ്റെടുപ്പിന് സംസ്ഥാനം വയ്ക്കാമെന്ന് വാഗ്ദാനം നൽകുകയും അതിനുവേണ്ടി കമ്പനി രൂപീകരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അന്ന് ജീവൻ വെച്ച പദ്ധതിയായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം 2015. പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ വ്യവസ്ഥയിൽ നിന്നും പിന്മാറുകയായി. കേന്ദ്രം തന്നെ ഇത് പദ്ധതി ഏറ്റെടുക്കണം എന്നായിരുന്നു പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നാളുവരെയുള്ള നിലപാട്. ഞാൻ പാർലമെന്റിൽ ഉൾപ്പെടെ, ഞാനും മറ്റ് ചാലക്കുടി എംപിയും അതുപോലെ മറ്റ് ഈ പ്രദേശത്തുള്ള എംപിമാർ, തോമസ് ചാഴികാടൻ ഉൾപ്പെടെയുള്ള എംപിമാർ പല പ്രാവശ്യം പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോഴെല്ലാം കേന്ദ്രമന്ത്രി പറഞ്ഞ ഒറ്റ കാര്യം, ഞങ്ങൾക്ക് ഒന്നേ ചെയ്യാൻ, സംസ്ഥാനം തയ്യാറായാൽ വി ആർ റെഡി, ഞങ്ങൾ റെഡിയാണ് എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പലകുറി കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ കത്തയച്ചു. ഏതായാലും ജനകീയ സമ്മർദ്ദം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായി. ഈ മേഖലയിൽ അധിവസിക്കുന്ന ഇപ്പോൾ കോതമംഗലം മുതൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ മുതൽ മൂവാറ്റുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ ഉൾപ്പെടെ അങ്ങ് പാലാ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ നിലവിലുണ്ട്. അവരുടെ എല്ലാ നേതൃത്വത്തിലും ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ സമ്മർദ്ദങ്ങളെല്ലാം വിജയിച്ചിരിക്കുന്നു. നമുക്കൊരു 5 വർഷം മുമ്പേ ഈ പദ്ധതി തുടങ്ങാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കാലടി പുഴയുടെ കുറുകെ പാലം പണിത് വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതായിട്ട്. അതായത് നമുക്ക് 5 വർഷം മുമ്പേ ചെയ്യാമായിരുന്നു. അത് ഈ ഗവൺമെന്റിന്റെ ഒരു വിരുദ്ധ നയം കാരണമാണ് ഇപ്പോൾ ഇത്രയും വൈകിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ തയ്യാറായി, സ്വാഗതം ചെയ്യുന്നു. അതിന് തീരുമാനമെടുത്ത മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കും നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ക്യാബിനറ്റ് നോട്ട് കിട്ടിയാൽ, ഈ പറഞ്ഞ തീരുമാനം വന്നാൽ ഈ ബഡ്ജറ്റിൽ തന്നെ അത് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പദ്ധതി അവാർഡ് ചെയ്യാം എന്ന് ബാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംയോജിതമായ നടപടി സംസ്ഥാനത്തിന് തീരുമാനം വന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിന് കൺവേ ചെയ്യണം എന്ന് ചീഫ് സെക്രട്ടറിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ തന്നെ ശബരി പദ്ധതിയുടെ ബാക്കി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെൻഡറിലേക്ക് പോകും. ഇത് ക്ലിയറായി, പ്രശ്നമില്ലാത്ത ഒന്നാണ്. പ്രശ്നമുള്ളതാണ് താഴെ ഞാൻ പറഞ്ഞ പ്രശ്നമാണ് വെയിറ്റ് ചെയ്യാൻ. അത് സാങ്ഷൻ ആയല്ലോ, ആദ്യത്തെ പണം സാങ്ഷൻ അല്ലേ? ആദ്യത്തെ 4 കിലോമീറ്ററേ ഉള്ളൂ. ബാക്കി മഴാലേ മുട്ടൂടും.
കുറച്ചേ ഉള്ളൂ, അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. അത് വനംവകുപ്പിന്റെ ഒരു നിഷേധാത്മകമായ സമീപനമാണ്. അതായത് റോഷിയേഴ്സിന് ഒരിക്കൽ MLA ഫണ്ട് വേണമെങ്കിൽ പൂർണ്ണമായി വെക്കാമെന്ന് പറഞ്ഞ് വനംവകുപ്പിനെ കത്ത് കൊടുത്താണ് ഞാൻ MP ആവുന്നതിന് മുമ്പ്. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി PMGSY പദ്ധതിയിൽ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അനുമതി നിഷേധിക്കുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മന്ത്രിയോട് ഇടപെടാൻ പറഞ്ഞിരിക്കുന്നത്. മന്ത്രി ഇടപെടാൻ പ്രശ്നം വരും. പഞ്ചായത്ത് വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതെ, അല്ല ഉമ്മൻചാണ്ടി സാറ് നായക സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നായകനാണ് ഓൾറെഡി. പക്ഷെ ഈ കാര്യത്തിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു സംയുക്ത ലീഡർഷിപ്പ് അത് വരെയും മാറ്റി നിർത്താനും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെ എല്ലാവരും സംയുക്തമായിട്ടാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ മീഡിയ ആണ് അനാവശ്യമായി ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് വേറെ തരത്തിലേക്ക് എല്ലാം പറഞ്ഞല്ലോ ആഫ്റ്റർ ഇലക്ഷൻ. അതാണ് പ്രോബ്ലം. 4 വർഷത്തോളം പ്രശ്നമായി എന്നിട്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ആരെയും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി നേതൃത്വം അക്കാര്യത്തിലല്ല, വളരെ കൃത്യമായ ഒരു ഇടപെടലല്ലേ ഇവിടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം എന്നുള്ളതല്ലേ ഇപ്പൊ പറഞ്ഞത്. അതിനകത്ത് നിശ്ചയമായി ഉമ്മൻചാണ്ടി സാറും ആ നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നുള്ള പാർട്ടിയുടെ സുചിതമായ ഒരു തീരുമാനം. അത് സംയുക്തമായ ലീഡർഷിപ്പ്. ഇപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി സാറ് ഒരു ഒരു സംഘടനാ തലത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കേരളത്തിൽ അദ്ദേഹത്തിന് സംഘടനാപരമായ ഉത്തരവാദിത്വം ഏതാ അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ നിലയിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നേതൃത്വം ആ ഒരു തലത്തിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൂടി കൂട്ടിക്കൊണ്ട് സംഘടനാപരമായ UDF ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ വിഷയമല്ലോ. അതിനെക്കുറിച്ച് പറയാൻ കൂടുതലായിട്ട് മീഡിയാസ് ആണ് ഇത് മിസ്ഇന്റർപ്രിട്ടേഷൻ നടത്തി വേറെ തരത്തിലേക്ക്. അതെ, അതിനകത്തൊന്നും ആർക്കും യാതൊരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇടുക്കിയെ സംബന്ധിച്ചാണ്. ഇടുക്കിയിൽ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും വിജയിക്കുമെന്നുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു തോൽവി നമുക്കില്ല. ആ തോൽവി എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഏതാണ്ട് അതിൻ്റെതായ നിലയിൽ തന്നെ സംഘടനാപരമായി തന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇടുക്കിയിലെ ജനങ്ങൾ UDF 100% അനുകൂലമാണ്. ചില മിസ്റ്റേക്കുകൾ പല ഇടങ്ങളിലുണ്ടായി. അത് ചില ഇടങ്ങളിലാണ് സംഭവിച്ചത്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് വരാറ്. ജനങ്ങൾ നമുക്ക് എതിരാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയും. അതായത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ UDF-നുണ്ടായ മെജോറിറ്റി മലയോര മേഖലയാണ്. എന്താ പറയുക, ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിജയമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നമുക്കുണ്ടായിട്ടുള്ള വിജയം UDF-ന്റെ ഒരു ഏകപക്ഷീയമായ ഒരു വിജയമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. പിന്നെ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാം. സംഘടനാപരമായി അല്ലാതെയുമൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പലതരത്തിലുള്ള. നമ്മൾ അപ്രതീക്ഷിതമായി UDF കുറച്ച് മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് മൂലമാണ് ചില ഇടങ്ങളിൽ ഞാൻ പറഞ്ഞത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. മുനിസിപ്പാലിറ്റിയിലെ വിജയം അല്ല, നിയമസഭാ മണ്ഡലമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേരള കോൺഗ്രസ് ഒന്നും ഇല്ല, UDF എന്നേ ഉള്ളൂ. അതിനകത്ത് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ജനങ്ങൾ നമുക്ക് UDF-ന് എതിരല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ കഴിഞ്ഞ 3 തവണയായിട്ടും കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല.
3 സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞ 3 തവണയാണ്. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പൊ പറയുന്ന ജനങ്ങൾ കൂടെയാണ്? കാരണം കേരള കോൺഗ്രസ് മത്സരത്തിൽ 2 സീറ്റ് ജയിച്ചു വരുന്നു. ജീവേ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് UDF എന്നേ ഉള്ളൂ. UDFന്റെ മറ്റു 3 സീറ്റുകൾ ഇനി നിങ്ങൾ പറയുന്നത് പോലെ അത് കോൺഗ്രസിൻ്റെതാണ്. UDFന്റെ മറ്റു 3 സീറ്റുകൾ കഴിഞ്ഞ തവണ എങ്ങനെ പരാജയപ്പെട്ടു പോയത് എന്നുള്ളത് അറിയാമല്ലോ. ഇപ്പോൾ കേരളം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു വലിയ ട്രെൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് ആ 3 സീറ്റുകളിൽ വലിയ മുന്നേറ്റം. അത് 2014 പാർലമെന്റിന് ശേഷം ഉണ്ടാക്കിയ ഒരു മുന്നേറ്റമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ ആ 3 സീറ്റുകൾ ഉൾപ്പെടെ ഇതിനകത്ത് എല്ലാ ഘടകങ്ങളും, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാ ഘടകങ്ങളും ജനങ്ങൾ 100% അനുകൂലമായി നിൽക്കും. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ കുറച്ചുകൂടി UDFന് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതായത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ജില്ലയോട് ആത്മാർത്ഥതയില്ലാതെ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഞങ്ങളത് കൂടുതലായി നല്ല നിലയിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു സമരം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇനിയും പോസിറ്റീവായി ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ഉപക്ഷേപത്തിന് മറുപടിയായി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് റവന്യൂ മന്ത്രി. അത് സ്ഥിരം പറയുന്നതാണ്. അല്ല, അതല്ല, ഈ പൊതുചട്ടത്തിന്റെ ഭേദഗതിയാണ് ഇലക്ഷന് തൊട്ട് മുമ്പ് നിങ്ങൾ ഏറ്റവും ശക്തമായി ചെയ്യുന്ന ഹൈറേഞ്ചിന് മേഖലയിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. എന്നിട്ട് കൂടി ആ കാര്യം എഫക്ട് ഉണ്ടാക്കിയില്ലല്ലോ. അത് എഫക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ സംഘടനാപരമായി ഇവിടെ ഞങ്ങൾക്ക് സാധിച്ചില്ല, തുറന്ന് സമ്മതിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ മുമ്പിൽ ആ വിഷയം ഇപ്പോഴും ലൈവായിട്ടുണ്ട്. കാരണം അത് അവരുടെ ജീവന പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇന്നലെ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നു. എന്റെ അടുക്കൽ കിട്ടിയ 6 or 7 നിവേദനങ്ങൾ എന്താ, കെട്ടിടം നിർമ്മിക്കാൻ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ വിഷയം തന്നെയാണ്. അതല്ലാതെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാങ്കേതികപരമായി ഇതൊരുമാതിരി നമ്മൾ എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ തോൽവിയെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ലോകകപ്പ് മത്സരങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടീം അപ്രതീക്ഷിതമായി തോറ്റുപോകും. ഇനി എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയായി. ഇതൊരു ബ്രസീൽ ഒരു കളിയിൽ 7 ഗോളിലാണ് തോറ്റുപോയി ജർമ്മനിയോട്. ആരെങ്കിലും പ്രവചിച്ചോ ബ്രസീൽ 7 ഗോൾ നോക്കാൻ പോകുന്നത്? ബ്രസീൽ ജയിക്കുമെന്ന് പറഞ്ഞവരാണ് ഈ ലോകത്തിൽ കൂടുതലാണ് എന്ന് പറയുന്നത് പോലെയാണ് UDFന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഏതായാലും നമ്മൾ അപ്രതീക്ഷിതമായി തോറ്റുപോയി. പക്ഷേ ആ പ്രതീക്ഷിതമായ തോൽവി നിസ്സാരമല്ല. അത് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും 100%. ഇപ്പൊ ഈ ബഡ്ജറ്റ് ഞാൻ ആ പോയിന്റ് കൂടി കയറി. ഈ ബഡ്ജറ്റിൽ ഞാൻ ചോദിക്കട്ടെ, ഇടുക്കിക്ക് എന്താണ്? ഇവിടെ കഴിഞ്ഞ 2 ബഡ്ജറ്റിലും എന്തായിരുന്നു പ്രഖ്യാപനം? ഇനി നാളെയും ചിലപ്പോൾ ഈ ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ എന്തെങ്കിലുമൊക്കെ വരും. കാരണം ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ 2 ബഡ്ജറ്റിലും ഉണ്ടായിട്ടുള്ളത്. ഈ അവസാനത്തെ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല എന്നുള്ളത് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്കല്ല. ഇതുവരും ബഡായിയാണ്, പ്രഖ്യാപനങ്ങളാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കാണിക്കാത്ത ഒരു ഗവൺമെന്റാണ്. ഇടുക്കിയോട് എന്തെങ്കിലും ആത്മാർത്ഥമായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്? ഒന്നും ചെയ്തില്ല. 5000 കോടി 3000 കോടി ഇതൊക്കെ കുറെ കോടികൾ നമ്മൾ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പീരുമേട് കോൺസ്റ്റിറ്റ്യുവൻസി തോട്ടങ്ങൾ കൂട്ടിക്കിടക്കുക, തോട്ടമേഖല കൂട്ടിക്കിടക്കും. 10,500-2,000-ഓളം തൊഴിലാളികൾ പട്ടിണി കിടക്കും. ബഡ്ജറ്റിൽ എന്തെങ്കിലും ഈ തോട്ടം കൂട്ടിക്കിടക്കാന്ന് പറഞ്ഞാൽ ഇന്നൊന്നരയല്ലല്ലോ. 2016 വർഷമായിട്ട് കോൺഗ്രസ് ഇടുക്കിയിൽ ഒരു MLA ഉണ്ടായിട്ട്. അപ്പൊ ഈ വിഷയങ്ങള് കോൺഗ്രസ് മണ്ഡലങ്ങളിലാണ് ഇത് മുഴുവൻ വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ആ കാലഘട്ടങ്ങളിലെല്ലാം തോട്ടങ്ങളിൽ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെല്ലാം ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്യൂ. ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നിങ്ങൾ അത് അതിനെ സംബന്ധിച്ചുള്ള ടെമ്പററി അറേഞ്ച്മെന്റ്സ്, അവർക്ക് സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തൊഴിലാളികൾക്ക് UDF ഗവൺമെന്റുകൾ നൽകി. ഈ ബഡ്ജറ്റിൽ എന്ത് നൽകി? ഇവരിങ്ങനെ ആശ്വാസ ധനസഹായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100 രൂപ പദ്ധതികളും അല്ലാത്തതുപോലെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എത്രയോ പ്രഖ്യാപിച്ചിരിക്കും. എന്താ ഇടുക്കിയെ മറന്നു? ഇനി ചിലപ്പോൾ നാളെ വരുമായിരിക്കും. വേറെ കാരണമോ? മനസ്സിലായില്ലേ? ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനകാര്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ, ഒരു പാക്കേജ് അനുവദിക്കാൻ കഴിയുന്നില്ല? ഈ 5000 കോടി രൂപയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ആദ്യം പോയി, ഞാൻ 2019-ലാണ് ജനപ്രതിനിധിയായി. 2019-ൽ ജനപ്രതിനിധിയായി ഇടുക്കി കളക്ടറേറ്റിൽ ആദ്യത്തെ വികസന സമിതി യോഗം കൂടിയപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഇടുക്കി പാക്കേജിന് എന്തെങ്കിലും ഒരു ഇടപാടുണ്ടോ എന്നതാണ്. ഒരു മീറ്റിംഗും ഇല്ല, ഒരു മോണിറ്ററിംഗ് സമിതിയില്ല, ഒന്നുമില്ല. ഞാൻ ആദ്യം ഇവിടെ ഇതിനിടയിൽ ഒരു ഇടുക്കി പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ആ ഇടുക്കി പാക്കേജ് എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നതിനെ കുറിച്ച് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ പറയും. അത് കൃഷി മേഖലയിൽ, ഭൗതിക വികസന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആദിവാസി മേഖലയിൽ എന്ന് തുടങ്ങി ഈ ജില്ലയുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും പദ്ധതികളാണ്.
ആ പദ്ധതികൾക്ക് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നു. അതാണ് പാക്കേജ് എന്ന് പറയുന്നത്. അല്ലാതെ ധനമന്ത്രി അവിടെ നിയമസഭയിൽ നിന്ന് ഒരു പ്രഖ്യാപനമാണ് 5000 കോടി. കേട്ടാൽ മതിയോ? ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ജില്ലയോട് ഇത്രത്തോളം അവഗണന കാണിച്ച ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ 10 ഇരട്ടിയായി ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് കാർഷിക മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനരുദ്ധാരണ പാക്കേജ് ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും എനിക്ക് ഇന്നലെ ഈ പത്രത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ജപ്തി നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയില്ല. ഈ ജപ്തി നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രളയത്തിന് ശേഷം എത്ര കൃഷിക്കാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്? ഈ കോവിഡിന് ശേഷം ആ ഒരു നിലയിൽ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ആദ്യത്തെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഇടുക്കിയിലായിരിക്കും. കേരളത്തിൽ ഇടുക്കിയും വയനാടും ഒക്കെയാണ്. അതിൽ ഇടുക്കിയിലായിരിക്കും ഏറ്റവും സിവിയറായി ഈ കാര്യങ്ങൾ ബാധിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു പാക്കേജ് കൃഷിക്കാരുടെ കടങ്ങൾ എഴുതി തള്ളുന്നതുമായി ഉണ്ടായിട്ടുണ്ടോ? UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നല്ലോ, UPA ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നല്ലോ കാർഷിക കടാശ്വാസം. എന്തേ ഇവർക്ക് അതിനൊന്നും കഴിയുന്നില്ല? ജനങ്ങളുടെ പ്രതിഷേധം മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അതെ. അപ്പൊ അത് ഒരു സംഘടനാപരമായ ദൗർബല്യം ഉണ്ടെങ്കിൽ അതിന് ഒരു അഴിച്ചുപണി ഉണ്ടാവേണ്ടതില്ലേ? അഴിച്ചുപണി എന്നുള്ളത് സംഘടനാ തലത്തിൽ അതെല്ലാം AICCയുടെ കൃത്യമായ ഒരു നിർദ്ദേശം. ഒന്നും ഐവാൻ ഡിസൂസ AICC സെക്രട്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ ഒരു പ്രോസസ്സ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സംഘടനാപരമായി ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ മൊത്തത്തിൽ കേരള മാസകലം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അത് പത്രങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമാണ്. അതെല്ലാം കഴിഞ്ഞ ദിവസം ക്ലിയർ ചെയ്ത വിഷയങ്ങൾ ഓൾറെഡി AICC ക്ലിയർ ചെയ്ത വിഷയങ്ങൾ. മുമ്പ് DCC പ്രസിഡന്റുമാർ കേരളത്തിൽ മാറുന്നതല്ലേ എനിക്കില്ലല്ലോ. അത് ഈ പറഞ്ഞതുപോലെ അതെല്ലാം കഴിഞ്ഞ കഥകളാണ്. അത് AICC തീരുമാനം എടുത്ത വിഷയങ്ങളാണ്. ഇനി അതിനെപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യുവാക്കൾ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യലുള്ള യുവാക്കൾ, വിജയസാധ്യത ഉള്ള യുവാക്കൾ, അവർ കൂടുതലായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള ആ വിഷയം ഏകദേശം ഇനിയിപ്പോൾ പ്രഖ്യാപനം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. നയപരമായി പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അതും കഴിഞ്ഞ ദിവസം ക്ലിയർ ചെയ്തു. ഇതിനു മുമ്പൊക്കെ വലിയ പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, KSUകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പൊട്ടൻഷ്യലുള്ള ആളുകൾക്ക് സീറ്റ് ഉറപ്പാണ്. അവർ തീരുമാനം വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം പൊട്ടൻഷ്യലുള്ള ചെറുപ്പക്കാർക്ക് എവിടെ വേണമെങ്കിലും കഴിയുന്നില്ല. ഞാനിപ്പോൾ സംഘടനാ നേതൃത്വത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. എന്റെ അഭിപ്രായം ഞാൻ അതിൻ്റെതായ ഫോറത്തിൽ കൊടുത്തോളാം. പക്ഷെ എനിക്ക് സംഘടനാ നേതൃത്വത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതെ 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 എനിക്ക് അതിനുള്ള അവസരം കിട്ടും. പബ്ലിക് വേദിയിൽ ഞാനത് പറയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കേണ്ടതില്ല. സംഘടനാ നേതൃത്വം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണ്. MP-യുടെ കീഴിലുള്ള 7 നിയമമണ്ഡലത്തിൽ എത്ര നിയമമണ്ഡലത്തിൽ ജയിക്കുന്നു? 7 ജയിക്കും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. ഞാൻ അന്ന് പറഞ്ഞു 7 അസംബ്ലിയും ലീഡ്. അപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ സംശയമുണ്ടായിരുന്നു. പക്ഷെ അതല്ലായിരുന്നു യാഥാർത്ഥ്യം. നമുക്ക് 7 വിജയിക്കാൻ പറ്റുമെന്ന് ആ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഇതിനു മുമ്പും 7 അസംബ്ലി സെഗ്മെന്റും UDF വിജയിച്ചിട്ടുള്ള. അപ്പൊ പിന്നെ നമ്മൾ ഒരിക്കൽ പോലും 7 നിന്ന് പുറകോട്ട് പോകും. 7 സീറ്റുകൾ നമ്മൾ ഒരു ട്രെൻഡ് മാറിയിട്ടില്ല. ട്രെൻഡ് അവിടെ ഉണ്ട്. തോറ്റതിന് മറ്റു കാരണമാണ്.